നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. തിരുവിതാംകൂറിന്റെ ഇതിഹാസം, മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ചരിത്രം പ്രാദേശിക ഏകീകരണത്തിന്റെയും സൈനിക ശക്തിയുടെയും മാത്രമല്ല, അദ്ദേഹത്തിന്റെ തന്ത്രപരമായ വൈഭവം ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ ചരിത്രത്തിന്റെ ഗതിയെ എങ്ങനെ മാറ്റിമറിച്ചു എന്നതിന്റെ ഒരു കഥ കൂടിയാണ്. മാർത്താണ്ഡവർമ്മ ഇല്ലായിരുന്നുവെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് പകരം ഡച്ചുകാർ ഈ പ്രദേശത്തെ പ്രധാന കൊളോണിയൽ ശക്തിയായി മാറുമായിരുന്നു. ഭാഷയെയും സംസ്കാരത്തെയും രാഷ്ട്രീയത്തെയും എല്ലാം സ്വാധീനിക്കുമായിരുന്നു. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യൻ പര്യവേക്ഷണത്തിൻ്റെ യുഗം അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരുന്നു. 1498-ൽ പോർച്ചുഗീസ് പര്യവേക്ഷകനായ വാസ്കോ ഡ ഗാമ ഇന്നത്തെ കേരള തീരത്ത് വന്നിറങ്ങി. ഇത് ഇന്ത്യയിൽ യൂറോപ്യൻ സാന്നിധ്യത്തിന് തുടക്കമിട്ടപ്പോൾ ശാശ്വതമായ ആധിപത്യം സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർ വളരെ പാടുപെട്ടു. ഈ മേഖലയിൽ അവരുടെ സ്വാധീനം വളരെ പരിമിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആഴത്തിൽ ഡച്ച് ആധിപത്യം വ്യാപിച്ചില്ല. 17-ാം നൂറ്റാണ്ടോടെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭീമാകാരമായ നാവിക ശക്തിയായി മാറിയിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവർ ആധിപത്യം പുലർത്തി. ഡച്ചുകാർ ഇന്തോനേഷ്യയിൽ നിന്ന് ഗ്രാമ്പു, ജാതിക്ക എന്നിവ കയറ്റുമതി ചെയ്തുകൊണ്ട് ലാഭകരമായ സുഗന്ധവ്യഞ്ജന വ്യാപാര പാതകളെ നിയന്ത്രിക്കുകയും ചെയ്തു. തെക്കുകിഴക്കൻ ഏഷ്യയിൽ തങ്ങളുടെ വിജയം ആവർത്തിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലേക്ക് വ്യാപിപ്പിച്ചു. പ്രക്ഷുബ്ധമായ ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ കേരളം പല ചെറിയ രാജ്യങ്ങളായി ഛിന്ന ഭിന്നമായിട്ടായിരുന്നു നിലകൊണ്ടിരുന്നത്. 1729-ൽ തിരുവിതാംകൂറിന്റെ സിംഹാസനത്തിൽ കയറിയ മാർത്താണ്ഡവർമ്മ തന്റെ ഭരണത്തിന് കീഴിൽ ഈ പ്രദേശങ്ങളെ ഏകീകരിക്കാനുള്ള നിരന്തരമായ ഒരു ദൗത്യം ആരംഭിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ഏകീകരണ ശ്രമങ്ങൾ അയൽ ഭരണാധികാരികളുടെ എല്ലാം രോഷത്തിന് കാരണമായി. ഈ കാലഘട്ടത്തിലാണ് യൂസ്റ്റേഷ്യസ് ഡി ലനോയി എന്ന ഡച്ച് സൈന്യാധിപന്റെ വിചിത്രമായ കഥ ആരംഭിക്കുന്നത്. 1741 ആയപ്പോഴേക്കും ഡച്ചുകാർക്ക് ഇന്ത്യയിൽ തങ്ങളുടെ സ്വാധീനം വിപുലീകരിക്കാനുള്ള അവസരം ലഭിച്ചു. അവർ അസംതൃപ്തരായ ഭരണാധികാരികളുമായി സഖ്യമുണ്ടാക്കി. യൂസ്റ്റാച്ചിയസ് ഡി ലനോയിയുടെ നേതൃത്വത്തിൽ അധിനിവേശം ആരംഭിച്ചു. കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടൽ അതിൻ്റെ പാരമ്യത്തിലെത്തി. എണ്ണത്തിൽ കുറവായിരുന്നിട്ടും പ്രാദേശികമായ അറിവും ഗറില്ല തന്ത്രങ്ങളും പ്രയോജനപ്പെടുത്തി മാർത്താണ്ഡവർമ്മ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെട്ട തൻ്റെ സേനയെ ഉജ്ജ്വല വിജയത്തിലേക്ക് നയിച്ചു. ഡച്ച് നാവികസേന പരാജയപ്പെടുകയും യുദ്ധത്തിൽ കീഴടങ്ങിയ ഡിലാനോയ്ക്ക് തിരുവിതാംകൂർ സൈന്യത്തെ നവീകരിക്കാനുള്ള ഒരവസരം നൽകുകയും ചെയ്തു മാർത്താണ്ഡവർമ്മ. 1741-ൽ നടന്ന കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂറിന്റെ മഹാരാജാവായ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ദയനീയമായി പരാജയപ്പെടുത്തുകയായിരുന്നു. ഈ യുദ്ധത്തിൽ തോൽക്കുകയും തടവിലാക്കപ്പെടുകയും ചെയ്ത ഡച്ച് കമാൻഡർമാരിൽ ഒരാളായിരുന്നു ഡി ലനോയി. അപ്രതീക്ഷിതമായി മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന് ഒരു അവസരം നൽകിയതാണ് തിരുവിതാംകൂറിന് വേണ്ടി സേവനമനുഷ്ഠിക്കാനുള്ള നിർദ്ദേശം. ഇത് ഡിലനോയിയുടെ ജീവിതത്തിലെ മാത്രമല്ല, തിരുവിതാംകൂറിൻ്റെയും കേരളത്തിൻ്റെയും ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായി മാറി. ഒരു ഡച്ച് കമാൻഡർ എന്ന നിലയിൽ യൂറോപ്യൻ സൈനിക തന്ത്രങ്ങളെയും ആയുധങ്ങളെയും കുറിച്ച് ഡിലനോയിക്ക് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുൻപത്തെ ദൗത്യം ഡച്ച് കോളനി ശക്തികൾക്കായി പ്രവർത്തിക്കുക എന്നതായിരുന്നു. എന്നാൽ മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയതോടെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയും ലക്ഷ്യങ്ങളുമെല്ലാം പൂർണ്ണമായും മാറി. ഡച്ചുകാരുടെ ശക്തികേന്ദ്രങ്ങളെ തകർക്കാൻ മാർത്താണ്ഡവർമ്മയെ സഹായിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ ദൗത്യം. ഇത് വെറുമൊരു കൂറുമാറ്റം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു തന്ത്രപരമായ നീക്കം കൂടിയായിരുന്നു. ഒരു വിദേശ ശക്തിയുടെ ഏജന്റായിരുന്ന ഡി ലനോയി ഒരു പ്രാദേശിക രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ജനറലായി രൂപാന്തരപ്പെട്ടു. ഡി ലനോയി തിരുവിതാംകൂറിൻ്റെ സൈന്യത്തെ പൂർണ്ണമായും ആധുനികവൽക്കരിച്ചു. യൂറോപ്യൻ സൈനിക പരിശീലന രീതികൾ, തോക്കുകളുടെയും പീരങ്കികളുടെയും ഉപയോഗം, കോട്ടകളുടെ നിർമ്മാണം എന്നിവ അദ്ദേഹം നടപ്പിലാക്കി. ഉദയഗിരി കോട്ടയെ അദ്ദേഹം തൻ്റെ പ്രധാന സൈനിക താവളമാക്കി മാറ്റി. ഇവിടെ അദ്ദേഹം ഒരു ആയുധശാലയും പീരങ്കി നിർമ്മാണശാലയും സ്ഥാപിച്ചു. ഇത് തിരുവിതാംകൂറിന് സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കാൻ പ്രാപ്തമാക്കി. ഡച്ച് സൈന്യം ഉപയോഗിച്ചിരുന്ന അതേ നൂതന സാങ്കേതിക വിദ്യകൾ, തന്ത്രങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് ഡച്ചുകാരെയും മറ്റ് വിദേശ ശക്തികളെയും പ്രതിരോധിക്കാനും തിരുവിതാംകൂറിനെ ഒരു ശക്തമായ സൈനിക ശക്തിയാക്കി മാറ്റാനും ഡി ലനോയിക്ക് കഴിഞ്ഞു. ഇത് ഡച്ചുകാരുടെ സൈനിക മേൽക്കോയ്മയെ ചോദ്യം ചെയ്യുകയും പ്രാദേശിക രാജ്യങ്ങൾക്ക് യൂറോപ്യൻ സൈനിക വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് തെളിയിക്കുകയും ചെയ്ത സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ സൈന്യം അച്ചടക്കമുള്ളതായി മാറി, തന്ത്രപരമായി വളരെ മികച്ചതുമായി മാറി. ഇത് മാർത്താണ്ഡവർമ്മയ്ക്ക് തൻ്റെ രാജ്യം വികസിപ്പിക്കാനും ഏകീകരിക്കാനും സഹായിച്ചു.
ഡച്ച് സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ഉപകരണമായിരുന്ന ഡി ലെനോയി പിന്നീട് ഒരു സ്വതന്ത്ര ഇന്ത്യൻ രാജ്യത്തിൻ്റെ സൈനിക ശക്തിയുടെ ശില്പിയായി മാറി എന്നത് ചരിത്രത്തിലെ ഒരു അപൂർവ സംഭവം തന്നെയാണ്. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്തും ഡി ലെനോയിയുടെ സേവനം തുടർന്നു. നെടുങ്കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഡി ലെനോയിയെ തിരുവിതാംകൂറിലെ ജനങ്ങൾ സ്നേഹത്തോടെ വലിയ കപ്പിത്താൻ എന്നാണ് വിളിച്ചിരുന്നത്. വലിയ കപ്പിത്താൻ അല്ലെങ്കിൽ മഹാനായ കപ്പിത്താൻ എന്ന അർത്ഥത്തിലാണ് അത് വിളിച്ചിരുന്നത്. കേരളത്തിൽ ആദ്യമായി പീരങ്കി നിർമ്മാണശാല സ്ഥാപിച്ചത് ഡി ലെനോയിയുടെ നേതൃത്വത്തിൽ ഉദയഗിരി കോട്ടയിലായിരുന്നു. മൈസൂർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ തിരുവിതാംകൂർ സ്ഥാപിച്ച നെടുങ്കോട്ടയുടെ രൂപകൽപ്പനയിലും ഡി ലെനോയിക്ക് നിർണായക പങ്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഇന്നും ഉദയഗിരി കോട്ടയിൽ നിലനിൽക്കുന്നുണ്ട്. 1777 അന്തരിച്ച അദ്ദേഹത്തെ കന്യാകുമാരി ജില്ലയിലെ ഉദയഗിരി കോട്ടയിലാണ് സംസ്കരിച്ചത്. അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ലാറ്റിനിലും തമിഴിലും ലിഖിതങ്ങളുണ്ട്. ഒരു ഡച്ച് സൈന്യാധിപൻ ഒരു ഇന്ത്യൻ രാജാവിൻ്റെ വിശ്വസ്തനായ ജനറലായി മാറിയതിൻ്റെ ഓർമ്മപ്പെടുത്തലായി അത് നിലകൊള്ളുന്നു. കൂടുതൽ ചരിത്ര സംഭവങ്ങളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.